ഇന്ത്യ എന്ന വികാരമുദിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ, ഗാന്ധിജിയാകും ശാന്തി ജനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബഹുമാന്യരെ, ജനാധിപത്യത്തിന്റെ പൂന്തോപ്പായ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ആരവം അതിന്റെ മൂർധന്യത്തിലെത്തി. അതാ നമ്മൾ ഏതാനും ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും നമ്മൾക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ നിൽക്കുമ്പോൾ, ഇന്നലകളിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് എനിക്ക് നിങ്ങൾ അവസരം നൽകിയപ്പോഴെല്ലാം ഞാൻ എൻ്റെ കർത്തവ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ഏറ്റവും സങ്കീർണമായ കുടിവെള്ള പ്രശ്നം നമ്മൾ അനുഭവിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഈ പുത്തമ്പേലിക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനതയും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് നെട്ടോട്ടമോടുകയാണ്. നമ്മൾക്കതിന് പരിഹാരം വേണം. നമുക്കറിയാം, എത്രയോ വർഷങ്ങളായി നമ്മൾ ഇത്തരം പ്രവൃത്തികളെ എന്നും പുലമ്പിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ജനപ്രാതിനിധ്യം നൽകിയപ്പോൾ പരിശ്രമിച്ച ചില പരിശ്രമങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ കാണാം. അതിനെ പരിപൂർണതയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരാജയപ്പെട്ടിടത്ത് നമ്മൾക്ക് ഇനിയും വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കണക്കങ്കടവ് ഷട്ടറിന്റെ പോരായ്മകൾ നികത്തുവാൻ നമുക്ക് എന്തു ചെയ്യാം എന്ന് നമ്മൾ കൂട്ടായി ആലോചിച്ച് പരിഹാരം കാണേണ്ടതുണ്ട്. ഗ്രാമജനത 1999 ഒന്നിച്ച് ഒരു ജനസാന്ദ്രമായി നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയും നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടി ആ പ്രശ്നം നേടിയെടുക്കുന്നതിന് ജയിൽവാസം വരെ അനുഭവിക്കാൻ നമ്മൾ തയ്യാറായി. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ ജനപ്രതിനിധിയായപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് എളന്തിക്കരയിൽ നിന്നും മടുത്തുംപടി വഴി ഫീഡർ ലൈനും മാനേജർക്ക് ടാങ്കും എന്ന പ്രോജക്റ്റിന് ജന്മം കൊള്ളുന്നത്. അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത്. തുടർച്ചയായി വന്ന സ്മിതാ മെമ്പർ അംഗമായിട്ടുള്ള ഭരണസമിതി അതിന് ഫണ്ട് അനുവദിക്കുകയും അതിന്റെ നിർമ്മാണം ആരംഭിക്കത്തക്ക രീതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും എല്ലാം ചെയ്തത് നിങ്ങൾക്കറിയുള്ള കാര്യമാണ്. എങ്കിലും ഇന്നും ഈ കുടിവെള്ള പ്രശ്നം നമ്മളെ നെട്ടോട്ടമൊടിക്കുന്നു. ആ പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടെ വയ്ക്കുന്നത്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA-യുടെയും MP-യുടെയും എല്ലാം പങ്കാളിത്തത്തോടെ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ നമ്മൾക്ക് ഒന്നിച്ചു നിൽക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിലും ബഹുമാനപ്പെട്ട MLA-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ പുത്തമ്പേലിക്കര താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും അതിന്റെ വികസന സമിതി അംഗമായിരുന്നുകൊണ്ട് അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും നമ്മുടെയെല്ലാം കൂട്ടായ്മയുടെയും സൂചികയായി നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. ആശുപത്രി ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്. അതിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളോടൊപ്പം നമ്മൾ കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട വിഷയമാണ് വൃദ്ധരായ മനുഷ്യരുടെ സംരക്ഷണം. നമുക്കറിയാം, ഇന്ന് ചാരിറ്റികൾ നടത്തുന്ന ഈ സംരക്ഷണ ചുമതല ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും ഈ വൃദ്ധരുടെ ആശ്രയഭവനം സ്ഥാപിച്ച് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാം കൂട്ടായ്മയോടെ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാം കൂട്ടായി പരിശ്രമിക്കാൻ കഴിവുറ്റ സ്ഥാനാർത്ഥികളാണ് 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ജനഹൃദയങ്ങളിലും ജനത്തിന്റെ കൂട്ടായ്മയുടെയും തിരുത്തിപ്പുറത്തിന്റെ മുഖമായ ശ്രീ ജോണി, 2-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പരിചയ സമ്പന്നതയുടെ മുഖം ശ്രീ ഫ്രാൻസിസ്, സൗമ്യതയുടെ മുഖമായ 3-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സൗമ്യ ബെൻഹർ, യുവത്വത്തിന്റെ പ്രതീകമായ 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ജോർലിൻ ഫ്രാൻസിസ്, 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കരുത്തുറ്റ സാരഥി മഞ്ജു ജെയ്ബി, ലാളിത്യത്തിന്റെ മുഖമായി 6-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീലത സുഭാഷ്, 8-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പരിചയസമ്പത്ത് കരുത്തായ ശ്രീമതി പ്രസന്ന രാധാകൃഷ്ണൻ, യുവതയുടെ പ്രതീകം 9-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഷൽബ രതീഷ്, 10-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പരിചയസമ്പന്നതയുടെയും സംഘാടനത്തിന്റെയും മികവുറ്റ സ്ഥാനാർത്ഥി ശ്രീമതി റീന ഫ്രാൻസിസ്, കാലത്തിനൊത്ത പുത്തൻ ആശയങ്ങളുമായി സിമി ബിജു, കരുത്തുറ്റ സാരഥി 12-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമതി മഞ്ജുള, 13-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സംഘാടന മികവിന്റെയും ജനപ്രാതിനിധ്യത്തിന്റെയും വിവിധ സ്ഥാനങ്ങൾ വഹിച്ച
ശ്രീ ഡേവിസ് പനയ്ക്കൽ, 14 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സമരമുഖങ്ങളുടെയും ജനപ്രിയത്തിന്റെയും പ്രാതിനിധ്യം വഹിച്ച എന്നും ജനഹൃദയങ്ങളിലുള്ള ശ്രീ BS അനുക്കുട്ടൻ, 15 വാർഡിൽ നിന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച ശ്രീമതി സോണി ഷാജി, 16 വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് സർക്കാർ സർവീസിലും സംഘടനാ തലത്തിലും മികവ് തെളിയിച്ച ശ്രീ സന്തോഷ്, 17 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ജനപ്രാതിനിധ്യത്തിന്റെ എല്ലാ മുഖങ്ങളും തെളിയിച്ച ശ്രീമതി രജനി ബിബി, 18 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സാധാരണക്കാരന്റെ മുഖമായ സാബു കൈതാരൻ, 19 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പുതുമുഖമെങ്കിലും പഴക്കത്തിന്റെ തഴക്കത്തോടെ നിങ്ങളുടെ മുൻപിൽ വരുന്ന ശ്രീമതി ടെസി ജെൻസൺ. ഇവർ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുൻ ജനപ്രതിനിധിയായ ശ്രീമതി സ്മിത ജോയി, ഉത്തമ്പേലിക്കര ഡിവിഷനിൽ നിന്നും പൊതുപ്രവർത്തനത്തിന്റെ എല്ലാമായ ശ്രീ PK ഉല്ലാസ്, കുന്നുകര പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന കുറ്റിപ്പുഴ ഡിവിഷനിൽ നിന്നും ശ്രീമതി ആനി തോമസ്. ഇവർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ ഡിവിഷനിലേക്ക് മൂത്തുന്നോൺ ഡിവിഷനിൽ നിന്നും ശ്രീമതി നിത്യ ടീച്ചറും, കടുങ്ങല്ലൂർ ഡിവിഷനിൽ നിന്നും നമുക്ക് സുപരിചിതയായ റസിയ സവാദും, അത്താണി ഡിവിഷനിൽ നിന്ന് ശ്രീദേവി മധുവും എല്ലാം UDF അവതരിപ്പിക്കുന്ന ഈ കരുത്തുറ്റ സാരഥികളെ, നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾക്കൊത്ത് ഉയരാൻ കഴിയുന്ന ഈ സാരഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് പുത്തമ്പേലിക്കര എന്ന ഗ്രാമത്തിന്റെ മുഖം മാറ്റുവാൻ, അവരുടെ തേരോട്ടം നടത്തുവാൻ നമുക്ക് ഒന്നിച്ചു കഴിയട്ടെ എന്ന് നിങ്ങളുടെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ ഈ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ കൈപ്പത്തി എന്ന ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനം ഏർപ്പെടുത്തുന്നതോടൊപ്പം തോളോട് ചേർന്ന് നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ ഗ്രാമത്തെ ജനഹൃദയങ്ങളിലും ലോകത്തിന്റെ നെറുകയിലും എത്തിക്കാൻ പരിശ്രമിക്കാം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അഭ്യർത്ഥനയും അഭിപ്രായങ്ങളും ചിന്തകളും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.